ബാക്കിയുള്ളവന്മാർ വന്നാൽ പെണ്ണുങ്ങളെയും വലിച്ചെടുത്തോണ്ട് പോകും, ആണിനെയും വെട്ടിക്കിടത്തും, പെണ്ടാട്ടിയും ഇല്ലാതെ വരും ആണുങ്ങൾക്ക്. അതേ ഉള്ളൂ. അടൂർ പ്രകാശ് തന്നെ ജയിക്കുമെന്ന് തോന്നുന്നു. 100% ജയിക്കും. കഴിഞ്ഞോണം 38,000 വോട്ടിനാണ് ജയിച്ചത്. ഇപ്പോഴൊരു 45,000 വോട്ടത്തിൽ ജയിക്കും. 5 വർഷം ഇവിടെ MP ആയിരുന്നിട്ട് ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ മുരളീധരൻ എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് നമുക്കിട്ട് താങ്ങാനേ അയാൾക്ക് സമയമുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് ഓടിച്ചെന്നാൽ നമ്മൾ ഇവിടെ പാർട്ടി ഓഫീസുണ്ട്, എവിടെ പോയിരുന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. നമുക്ക് ഡീസൽ 50 രൂപയ്ക്ക് തരാമെന്ന് ഒരു പാർട്ടിക്കാരാണ് പറഞ്ഞത്. 50 രൂപ പോയിട്ട് അത് ഇപ്പം 100 രൂപയായി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ കോടികൾ സമ്പാദിച്ചിട്ടുള്ളത് ഈ BJP-ക്കാരാണ്. അപ്പം പിന്നെ എന്ത് നേട്ടം അവർക്ക് അവിടെ ജയിപ്പിച്ചുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മാറ്റി വോട്ട് ചെയ്തു. അല്ലെങ്കിൽ അത് കിട്ടൂല. നമുക്ക് അനുഭവമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ ഡൽഹി നിൽക്കേണ്ട വ്യക്തി ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ആരോടെയാണ് ഇയാൾ മത്സരിക്കുന്നത്? BJP-യിലൂടെയാണോ മത്സരിക്കുന്നത്? അതേ CPM-ന്റെ BJP-ക്ക് വേണ്ടി K. സുരേന്ദ്രനാണോ മത്സരിക്കുന്നത്? സുരേന്ദ്രൻ ആര്? ഇതിനൊക്കെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ലാതെ ഇവിടെ ആരാണ് അവരെ? അവരെയൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഒരു നാട്ടിന് വേണ്ടിയല്ല ചെയ്യണം. തെരഞ്ഞെടുപ്പ് പോരാട്ടം എവിടം വരെയായി? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ തെരഞ്ഞെടുക്കണ പോരാട്ടം ഇനി പിണറായി ജയിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിണറായി ജയിക്കും എന്നുള്ള ഒരു സാധ്യതയുണ്ടോ? ഞങ്ങൾക്കുണ്ട്. ഉണ്ട്. ഈ ജോയിക്ക് ഒരു ഇതുണ്ട്, സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് പിണറായി ജയിക്കണമെന്ന്. എന്താണ് ചേച്ചി കാരണം എന്താണ്? അയാളെ പോലെ മനുഷ്യൻ ലോകത്ത് ഒരു മനുഷ്യനില്ല. ബാക്കിയുള്ളവന്മാർ വന്നാൽ പെണ്ണുങ്ങളെയും വലിച്ചെടുത്തോണ്ട് പോകും, ആണിനെയും വെട്ടിക്കിടത്തും, പെണ്ടാട്ടിയും ഇല്ലാതെ വരും ആണുങ്ങൾക്ക്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് അഭിപ്രായം. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട്? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് ചേട്ടാ? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട്? ആർക്കാണ് മേൽക്കോയ്മ? അത് പറയാൻ പറ്റില്ല. കൊള്ളാം. അടൂർ പ്രകാശിനാണോ സാധ്യത അതോ? ചേച്ചി എങ്ങനെയുണ്ട്? ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടായി അല്ലേ? ജോയി ജയിക്കും. ഭൂരിപക്ഷം പ്രവചിക്കാമോ? അപ്പൊ കഴിഞ്ഞ തവണ സമ്പത്തിന് നഷ്ടപ്പെട്ടത് ജോയി തിരിച്ചു പിടിക്കും. ഇവിടുത്തെ MP-യുടെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ? അടൂർ പ്രകാശ് ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോയി ജയിക്കും. അപ്പൊ അടൂർ പ്രകാശിന് ഇത്തവണ ഒരു സാധ്യത ഇല്ല. അങ്ങനെയാണ് അതിന്റെ ഇത്. ചെയ്തിട്ടില്ല. ഇല്ല വലുതായിട്ടൊന്നും അങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ സമയത്ത് വരും. എങ്ങനെയാണ് ഇലക്ഷൻ സാധ്യത? എങ്ങനെയാണ്? ആര് ജയിക്കുന്ന? അടൂർ പ്രകാശ് ജയിക്കുമോ അതോ ജോയി ജയിക്കുമോ അതോ മുരളീധരൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ വോട്ട് പിടിച്ചല്ലോ ചേച്ചി. ഇത്തവണ മുരളീധരൻ എങ്ങനെയാണ് സാധ്യത? ഇത്തവണ ജോയി ജയിക്കും. അപ്പൊ രണ്ടാം സ്ഥാനത്ത് ആയിരിക്കും? മുരളീധരനാണോ അതോ അടൂർ പ്രകാശാണോ? അടൂർ പ്രകാശ് രണ്ടാം സ്ഥാനം. മുരളീധരന് സാധ്യത ഇല്ല. ആര് ജയിക്കും ചേട്ടാ? ഇവിടെ എങ്ങനെയാണ് സാധ്യത? അടൂർ പ്രകാശാണോ ജോയി ആണോ മുരളീധരനാണോ? അടൂർ പ്രകാശ് ജയിക്കാനാണ് ചാൻസ്. കഴിഞ്ഞോണത്തേക്കാൾ കൂടുകയോ കുറയോ ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അറിയാളൂ, പറയാൻ പറ്റില്ല. പക്ഷേ അടൂർ പ്രകാശിനാണ് സാധ്യത കൂടുതൽ. നമ്മുടെ LDF ആണെങ്കിലും അടൂർ പ്രകാശിനാണ്. പ്രതിപക്ഷക്കാർ പോലും അടൂർ പ്രകാശിന് അനുകൂലമാണ് അല്ലേ? അതെന്താണ്? LDF നമ്മളെല്ലാം ഇപ്പം അടൂർ പ്രകാശ് ജയിക്കുള്ളൂടെ. LDF ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 5 വർഷം കഴിഞ്ഞാണ് കാണുന്നത്. ജോയി ഇപ്പം സിറ്റിംഗ് MLA ആണല്ലോ വർക്കല. അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ഇവിടെ ആക്കിയ അത് സമ്പത്തായിരുന്നെങ്കിൽ പിന്നെ CPM-ന് തിരിഞ്ഞു നോക്കിയേ വേണ്ടായിരുന്നു അല്ലേ? പരാജയം ഉറപ്പായിരുന്നു. ജോയി ആണെങ്കിൽ ഒരു പോരാട്ടം നടത്തും അല്ലേ? നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വണത്തെ പോലെ ഒരു അടൂർ പ്രകാശിനൊരു വലിയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണല്ലേ? ഭൂരിപക്ഷം പറയാൻ പറ്റത്തില്ല. എന്നാലും അടൂർ പ്രകാശിന് ഒരു മേൽക്കോയ്മ ഉണ്ടെന്നാണ് പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ വല്ലതും നടന്നു കേട്ടോ? നടന്നെന്നാണ് ആൾക്കാർ പറയുന്നത്. ചേട്ടന് അറിയാമോന്നറിയില്ലേ? കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭയുടെ കീഴിൽ നെടുമങ്ങാട് മാത്രമാണ് അടൂർ പ്രകാശിന് അല്പമെങ്കിലും ലീഡ് കൂടുതലായിരിക്കും എന്നാണ് പ്രതീക്ഷ. ജോയിക്ക് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അടൂർ പ്രകാശിനെ മരത്തി അടിക്കുമോ? അടൂർ പ്രകാശ് തന്നെ ജയിക്കുമെന്ന് തോന്നുന്നു. 100% ജയിക്കും. കഴിഞ്ഞോണം 38,000 വോട്ടിനാണ് ജയിച്ചത്. ഇപ്പോഴൊരു 45,000 വോട്ടത്തിൽ ജയിക്കും.
ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടും. ഓട്ടം കിട്ടാറുണ്ടോ? എങ്ങനെയാണ്? ഓട്ടോ ഇല്ല, ഓട്ടം കുറവാണ്. ഓട്ടോ ഇല്ല. ഈ ചൂട് കൊണ്ടാണോ ഏട്ടാ? ചൂട് കൊണ്ട് മാത്രമല്ല, അല്ലാതെ Season time അല്ല. ടാക്സിക്കാർക്കും ഓട്ടോക്കാർക്കും ഓട്ടം. എന്നാലും ഒരു ദിവസം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഇന്നലെ കഴിഞ്ഞിട്ട് ഓടിയില്ല, ഇന്നതാ ഇത്രയും നേരമായിട്ട് അണങ്ങിയിട്ടില്ല. അനങ്ങിയിട്ടില്ല. കഷ്ടത്തിലാണ്. പട്ടിണിയാണ് എന്നോണം പറയാം. ഇവിടുത്തെ MP-യുടെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടൂർ പ്രകാശ് ഒന്നും പറയാനില്ല. ജയിക്കുമോ? പുള്ളിക്ക് ജയിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? ജയിക്കണം. ജയിക്കും. ജോയിക്ക് സാധ്യത കുറവാണ്. ഇല്ല, അങ്ങനെ പറയാനില്ല. എല്ലാവർക്കും ജോയി അഥവാ ജയിക്കുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ നടക്കും അല്ലേ? ഇവിടെ വർക്കല ബൈ ഇലക്ഷൻ നടക്കും. കാരണം ജോയി കഴിഞ്ഞ 17,000 വോട്ടിന് ജയിച്ചാണ്. ഇത്തവണ ജോയിയെ നിർത്തിയിരിക്കുന്ന CPI തിരിച്ചു പിടിക്കാനാണ്, അല്ല സമ്പത്തിനെയല്ല നിർത്തിയിരിക്കുന്നത്. അവർ മുരളീധരൻ ഇവിടെ ഒരു വികസന സ്ഥാനാർത്ഥിയാണോ BJPക്ക്? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ശോഭ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ വോട്ട് പിടിക്കുമോ? ഒന്നും പിടിക്കില്ല. പിടിക്കില്ല. ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ആർക്കാണ് ജയിക്കും? ജോയി. ജയിക്കും. വേറെ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എങ്ങനെയുണ്ട്? അങ്ങനെ നല്ല പ്രകടനമല്ലേ അദ്ദേഹത്തിന്റെ? അടൂർ പ്രകാശിനെ മരത്തിയടിക്കും. എവിടെ നിന്ന് അടൂർ പ്രകാശൊക്കെ ഓടിത്തള്ളു. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ചോദിച്ചത്, മരത്തി അടിക്കുമോ അടൂർ പ്രകാശിന്? അതെ. 5 വർഷം ഇവിടെ MP ആയിരുന്നിട്ട് ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ. ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ മുരളീധരൻ എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് നമുക്കിട്ട് താങ്ങാനേ അയാൾക്ക് സമയമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് ഓടിച്ചെന്നാൽ നമ്മൾ ഇവിടെ പാർട്ടി ഓഫീസുണ്ട്, എവിടെ പോയിരുന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജോയി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മുതൽ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നാണ്. യാതൊരു അലിഗേഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്. നല്ല ആളാണ്, ശാന്തനായ ജില്ലാ സെക്രട്ടറിയും കൂടെ ആയിരുന്ന സമയത്താണ്. എന്തുകൊണ്ടാണ് അങ്ങേർക്ക് ഇത്രയും പ്രായത്തിൽ ഇപ്പോൾ സെക്രട്ടറി ആക്കാൻ കാരണം എന്താണ്? അങ്ങേരുടെ ആ കളങ്കമില്ലാത്ത മനസ്സ്, അതിനാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിക്ക് ഒരു വലിയ സാധ്യതയായിരിക്കും. ആറ്റിങ്ങിൽ തിരിച്ചു ഞങ്ങൾ പിടിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ആറ്റിങ്ങിൽ സമ്പത്ത് പക്ഷേ ഒരു വോട്ട് കച്ചവടം ചെയ്യാതിരുന്നാൽ മതി. കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് മാറ്റം കൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് കാലവർണ്ണവന്മാരാണ് കോൺഗ്രസ്. ആരാണ് പൈസയ്ക്ക് വേണ്ടി പോകാത്തത്? ഇവരെല്ലാവരും ഉണ്ടോ? തീർത്തുമുണ്ട്. അവർ വോട്ട് കച്ചവടം ചെയ്യുന്നവരെ പറഞ്ഞിട്ടുണ്ട്, പത്രത്തിലൊക്കെ ഉണ്ട്. എല്ലാ പത്രവും ഒരു പത്രം മാത്രം നോക്കിയാൽ പോരെ, എല്ലാം നോക്കണം. TV ന്യൂസും കാണണം. അതിൻ്റെ ഒരു മാറ്റമല്ല. കാരണം നമുക്ക് നാട്ടിനൊപ്പം നിൽക്കണമെന്നായിരിക്കണം. ശോഭാ സുരേന്ദ്രന് കിട്ടിയ 2,48,000 വോട്ടാണ്. ഇത്തവണ കൂടുമോ? കുറയും. കാരണം എന്താണ് ചേട്ടാ? കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഈ നാട്ടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ശോഭാ സുരേന്ദ്രനും പക്ഷേ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വന്നിരുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്നൊരു ലേഡി എന്നുള്ള നിലയ്ക്ക് അത് അവര് അംഗീകരിച്ച് കോൺഗ്രസും മാറ്റി കുത്തിയ ആ ഒരു വോട്ടൊന്നും ഇദ്ദേഹത്തിന് കിട്ടാൻ ഇല്ല, ഒരു സാധ്യതയില്ല. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ മുരളീധരനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, മത്സരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഡീസൽ 50 രൂപയ്ക്ക് തരാമെന്ന് ഒരു പാർട്ടിക്കാരാണ് പറഞ്ഞത്. 50 രൂപ പോയിട്ട് അത് ഇപ്പം 100 രൂപയായി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ കോടികൾ സമ്പാദിച്ചിട്ടുള്ളത് ഈ BJPക്കാരാണ്. അപ്പം പിന്നെ എന്ത് നേട്ടം അവർക്ക് അവിടെ ജയിപ്പിച്ചുകൊണ്ടുള്ള നമുക്ക് കിട്ടുന്നത്? നമുക്ക് യാതൊരു ഗുണവുമില്ല. നമ്മളിതുപോലെ രാവിലെ മുതൽ ഒന്നും വന്ന് വണ്ടി ഓടിക്കുക പോവുക, അത്രയേ ഉള്ളൂ. ആ ഒരു ഒറ്റ നേട്ടം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഒരു കാര്യത്തിനും വില കുറച്ച് തരേയില്ല. നമുക്ക് ജീവിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ മുരളീധരനെ രാഷ്ട്രീയപരമായി ഒരു സാധ്യതയും, രാഷ്ട്രീയപരമായി യാതൊരു കാര്യവുമില്ല, സാധ്യതയില്ല. പുള്ളിക്കാരൻ ആറ്റിങ്ങിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് തന്നെ. പക്ഷേ അതിൽ കാര്യം ഒന്നുമില്ല. വോട്ട് കുറയുന്നേ ഉള്ളൂ ഈ പ്രാവശ്യം. മോദിയുടെ ഗ്യാരണ്ടിയിൽ ആറ്റിങ്ങിൽ പെടില്ല. മോദിക്ക് ഗ്യാരണ്ടിയേ ഉള്ളൂ. പക്ഷേ ഗ്യാരണ്ടി കൊണ്ട് യാതൊരു ഉപയോഗമല്ലോ. ജയിക്കാനുള്ള ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഉണ്ട്. ജയിക്കാനായിട്ടുള്ള ഗ്യാരണ്ടി എന്തായാലും ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ പരിഹരിച്ചു കൊടുക്കും. ആർക്കായിരിക്കും മുൻതൂക്കം? അടൂർ പ്രകാശിനാണോ അതോ? മുൻതൂക്കം ജോയിക്കാണ് മുൻതൂക്കം. കാരണം പുള്ളി നല്ലൊരു അലിഗേഷൻ ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് പ്രവഹിക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിയുടെ ഭാര്യയുടെ വീട് ഈ കരോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലത്തുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ഈ അടൂരിൽ നിന്നൊക്കെ വന്നവരെ ഇവിടെ ജയിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല. അതുപോലെ ഈ മുരളീധരനെ കഴിഞ്ഞ ജയിപ്പിച്ച് വിട്ടാൽ അതൊരു അബദ്ധം ജനങ്ങൾക്ക് പറ്റി. അത് വോട്ട് കച്ചവടം നടന്നെന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മാറ്റി വോട്ട് ചെയ്തു. അല്ലെങ്കിൽ അത് കിട്ടൂല. നമുക്ക് അനുഭവമാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ രാഹുൽ ഡൽഹി നിൽക്കേണ്ട വ്യക്തി ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ആരോടെയാണ് ഇയാൾ മത്സരിക്കുന്നത്?
BJP-യിലൂടെയാണോ മത്സരിക്കുന്നത് അതേ CPM-ന്റെ? BJP-ക്ക് വേണ്ടി കെ സുരേന്ദ്രനാണോ മത്സരിക്കുന്നത്? സുരേന്ദ്രൻ ആര്? ഇതിനൊക്കെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ലാതെ ഇവിടെ ആരാണ് അവര്? അവരെയൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഒരു നാട്ടിന് വേണ്ടിയല്ല ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമല്ല ഇവിടെ. എത്ര ഇടത്ത് നിന്ന് തോറ്റ്. അതിന് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ശബരിമലയിലെ ആ TV-യിൽ കണ്ടാൽ മാത്രം മതി ഇരുമുടി കിട്ട് തറയിലിട്ടിട്ട് ചവിട്ടുന്നത്. ഇയാളാണോ ഒരു MP ആവാൻ പോണത്? എല്ലാവരും കാശിന് വേണ്ടി തന്നെയാണ്. നമ്മളെ കൂടെ കിടന്ന് വളയം പിടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ കിടന്ന് വെയിൽ കൊണ്ടാലേ നിങ്ങൾക്ക് 10 പൈസ കിട്ടുള്ളൂ, അല്ലേ? അല്ലേ? വോട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മുടെ വണ്ടി കയറുന്ന കസ്റ്റമർ അടുത്ത് നമ്മൾ പറയും ജോയിക്ക് ചെയ്യാനേ നമ്മൾ പറയുള്ളൂ, അല്ലാതെ ഒരു മാറ്റവും ഇല്ല.